ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് റിലാക്സ് ആയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കി. കുറച്ച് അടുത്തായിട്ട് തന്നെ വാങ്ങിയ റോസ് ചെടിയായിരുന്നു. അപ്പോൾ ഇന്ന് 5 പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇങ്ങനെ രാവിലെ തന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ട് അടുക്കള പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച്. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റാലാണ് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കഴിക്കാനുണ്ടാക്കിയത് മരുന്ന് കഞ്ഞിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായതുകൊണ്ട് രാവിലെ തന്നെ അതുണ്ടാക്കി. കഞ്ഞി മരുന്ന് ചേർത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കിയത്. ഇത് ഞാൻ വൈദ്യരത്നത്തിൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ നിന്ന് തന്നെ ഞാൻ വേറൊരു സാധനം കൂടി വാങ്ങി. കഞ്ഞിയിൽ ചേർക്കണ എല്ലാ മരുന്നും കൂടിയിട്ട് ചേർത്തുണ്ടാക്കിയൊരു ഉണ്ടയാണ്. മരുന്നുണ്ടാന്നാണ് ഇത് പേര്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. കഞ്ഞി ഉണ്ടാക്കാനും മടിയൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുക. ഞാനൊരു ബോക്സ് വാങ്ങി കഴിഞ്ഞ്, അപ്പോൾ വീണ്ടും വാങ്ങിയപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത് രാവിലെ. അങ്ങനെ ഞാനിത് 7 ദിവസം കഴിച്ച്. പ്രതിരോധശേഷി കൂടാനൊക്കെ നല്ലതാണ്. പക്ഷേ മധുരം പറ്റാത്തവർ കഞ്ഞി വെച്ച് കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ ജോലിക്ക് പോകുമ്പോൾ ഉച്ചക്കലത്തെ ലഞ്ചിന് റെഡിയാക്കിയത് അവിയലായിരുന്നു. അവിയൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ഇത്ര ചോറ് കഴിക്കാൻ എനിക്ക് അവിയൽ തന്നെ ധാരാളം മതി. എനിക്ക് നല്ല ഇഷ്ടമാണ് അവിയൽ. അതുണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതി. കുറച്ച് മീനും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. ചാളായിരുന്നു കിട്ടിയത്. അതൊന്നും ഞാൻ കൊണ്ടുപോയില്ല. അത് മക്കൾക്ക് കഴിക്കാൻ ഞാൻ വീട്ടിൽ തന്നെ വെച്ച്. അങ്ങനെ രാവിലത്തെ തിരക്കിട്ട പണികൾക്കൊടുവിൽ ഞാൻ ജോലി സ്ഥലത്തെത്തി. അപ്പോൾ വരുന്ന വഴിക്ക് മുല്ലപ്പൂ കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചതാണ്. മുല്ലപ്പൂ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എന്ന് കരുതി എപ്പോഴൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്